അപ്പോൾ ഇനി നമ്മുടെ പ്രതിനിധികളിലേക്ക് ഇത് ഒരിക്കൽ കൂടി പോകാം. രാഹുൽ ജി നാഥ് ഉണ്ട്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിലാണ് രാഹുൽ ജി നാഥ് ഉള്ളത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് എന്നാൽ ഏറ്റവും പ്രധാനമായി മനുഷ്യരെല്ലാം വന്നിറങ്ങുന്ന ഇടം. അതുകൊണ്ട് തന്നെ രാഹുലിന് വളരെ കൃത്യമായി കാര്യങ്ങൾ പറയാൻ കഴിയും. രാഹുൽ, ഗുഡ് മോർണിംഗ്. പൂരാടദിന ആശംസകൾ നേരുന്നു. ഓണം പ്രമാണിച്ച് ഒരുപാട് പേർ വന്നിറങ്ങുകയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ തിരക്ക് എങ്ങനെയുണ്ട്? എന്തായാലും രാവിലെ നമ്മൾ എത്തിയപ്പോൾ തിരക്ക് വളരെയധികം കുറവാണ് എന്ന് തന്നെ പറയാം. കാരണം മുൻകൂട്ടി ഓണക്കാലം പ്രമാണിച്ച് മുൻകൂട്ടി ആളുകൾ കൃത്യമായി ടിക്കറ്റുകൾ എടുത്ത് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ടെർമിനലിൽ കാണുന്ന ഏറ്റവും ദീർഘദൂരം പോകുന്ന ബസ് പാലക്കാടേക്കുള്ള ബസ്സാണ്. അതിൽ തന്നെ ആളുകൾ കുറവാണ്. ഇന്ന് പ്രവൃത്തി ദിവസം ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ജോലിയുടെ കഴിഞ്ഞ് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം പുറപ്പെടാം എന്ന തയ്യാറെടുപ്പിലായിരിക്കും ആളുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ബസ്സിലേക്ക് ഇപ്പോൾ ആളുകൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൊതുവിൽ ഈ നേരത്തെ ഷിനോജൊക്കെ സൂചിപ്പിച്ചതുപോലെ വലിയ ബാഗുകളുമായി എത്തുന്ന ആളുകൾ കുറവാണ്. ജോലിക്ക് പോകുന്നവരാണ്. പിന്നീട് ഉത്രാടത്തിന് മുൻപ് വീട്ടിലേക്ക് അങ്ങ് എത്താം എന്നുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് എന്തായാലും ഈ പാലക്കാടേക്ക് ഓണക്കാലത്ത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുണ്ട്. ചേട്ടാ, ഓണക്കാലമാണ്, തിരക്കെങ്ങനെ ആയിരിക്കും? അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന് വിചാരിക്കുന്നു. ആണല്ലേ? ബുക്കിംഗ് ഒക്കെ ഉണ്ടോ? ഇന്ന് പതിവിലും കൂടുതൽ തിരക്കുണ്ട്. ഇന്ന് സാധാരണ 6-7 ഒക്കെ ആയിരുന്നു. ഇന്ന് 16-17 റിസർവേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നാളെയൊക്കെ ആയിരിക്കുമോ തിരക്കില്ലേ? അത്യാവശ്യം തിരക്ക് വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വണ്ടി പുറപ്പെടാണോ? 7:15. അതെ. അപ്പോൾ തന്നെ ആളുകൾ എന്തായാലും അകത്ത് ഇരിപ്പുണ്ട്. അവരെല്ലാവരും ഇത്തരത്തിൽ യാത്രയ്ക്ക് പോകാൻ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വണ്ടി പുറപ്പെട്ട് കഴിഞ്ഞു. അത്തരത്തിൽ എന്തായാലും ഇത് പാലക്കാട്ടേക്കാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നവരുണ്ട് ഓണം ആഘോഷിക്കാനായി. ഇവിടെ കുറേയധികം ആളുകൾ ഇവിടെ കാത്തിരിപ്പുണ്ട്. എന്തായാലും ഈ പറയുന്നത് പോലെ വലിയ തിരക്ക് എന്ന് പറയാൻ കഴിയുന്നില്ല. ചിലപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് ശേഷമാകും ഇത്തരത്തിൽ വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ പോകുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ ആളുകൾ കാത്തിരിപ്പുണ്ട്. നമുക്ക് ഈ ദൂരയാത്രയാണോ അല്ലയോ എന്നുള്ള ഒരു സംശയമാണ് നിലവിൽ എന്തായാലും ഉള്ളത്. സാറേ, ബുക്കിംഗ് ചെയ്യാനുണ്ട്? ബുക്കിംഗ് ചെയ്യാനുണ്ട്? ഓണക്കാലം ബുക്കിംഗ് ചെയ്യാനുണ്ട്? ആളുകളുടെ തിരക്കുണ്ട്. ഇവിടെ തിരക്കുണ്ട്, വലിയ തിരക്കുണ്ട്. തിരക്കായി വരുന്നേ ഉള്ളൂ. തിരക്കായി വരികയാണ്. നേരത്തെയുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ആളുകൾ പറയുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് എങ്ങോട്ട് പോവാണ്? എങ്ങോട്ട് പോവാ? ഓണാഘോഷിക്കാൻ പോവാണോ? ഓണത്തിന് പോവാണ്. ടിക്കറ്റ് കിട്ടിയോ? ഇല്ല, കൂപ്പൺ കിട്ടിയില്ല ഇതുവരെ. ആണോ? ഈ സീറ്റ് റിസർവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അല്ലേ? അതിന്റെ ഒരു വിഷമാണോ മുഖത്ത്? ടിക്കറ്റ് കിട്ടും. സാറേ, ടിക്കറ്റ് കിട്ടത്തില്ലേ ഇവർക്ക്? ടിക്കറ്റ് കിട്ടും. ബസ്സുള്ളവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടിക്കറ്റ് കിട്ടുന്ന അപ്പൊ ഓണം സന്തോഷമായിട്ട് ആഘോഷിക്കാം. സീറ്റ് ഒരുവിധം ഫുള്ളാണ്. മിക്ക വണ്ടികൾ. പോകാനുള്ള സ്ഥലം ഇതിപ്പോ അമ്മയ്ക്ക് പോകാനുള്ള കട്ടപ്പന അല്ലെ മുണ്ടക്കയം പോകാനാണ് ഇരിക്കുന്നത്. അപ്പൊ അത് സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാനാണ് നിൽക്കുന്നത്. ഓണം അവിടെ ആഘോഷിക്കാൻ പോവാണ്. മോന്റെ അവിടെ, അത് മോന്റെ വീട്ടിലേക്ക് പോവാണ്. ഈ അവസാന സമയത്ത് ഓണത്തിരക്കിൽ അങ്ങനെ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ നിന്നും ബസ്സുകൾ നിറഞ്ഞോടുന്നു എന്നാണ് ജീവനക്കാരും പറയുന്നത്. അവർക്കൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളവരാണ്, ഓണം ആഘോഷിക്കാൻ പോകാനുള്ളവരാണ്.